അങ്ങനെ CPIയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബിനോയ് വിശ്വം. CPIയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടൊപ്പം രാഹുൽ ഗാന്ധിയോട് 2 ചോദ്യങ്ങളും ബിനോയ് വിശ്വം ചോദിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചേക്കുമെന്ന വാർത്തകളോടാണ് അദ്ദേഹം പ്രതികരിച്ചത്. രാഹുൽ ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു വിരോധവുമില്ലെന്നും എന്നാൽ BJPക്കെതിരെ കനത്ത പോരാട്ടം കാഴ്ചവെക്കേണ്ട സാഹചര്യത്തിൽ അദ്ദേഹം 20 MP മാത്രമുള്ള കേരളത്തിൽ മത്സരിക്കണോ അതോ ഉത്തരേന്ത്യയിൽ നിന്നും മത്സരിക്കണോ എന്നത് പ്രധാനമാണെന്ന് ബിനോയ് വിശ്വം പറയുകയുണ്ടായി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കാൻ എത്തിയാൽ കോൺഗ്രസ് പല ചോദ്യങ്ങൾക്കും മറുപടി നൽകേണ്ടി വരുമെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാൻ അവകാശമുണ്ട്. എവിടെയും വയനാട്ടിൽ മത്സരിക്കാം. രാഹുൽ ഗാന്ധിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യക്തിപരമായി വിദ്വേഷമൊന്നുമില്ല. വ്യക്തിപരമായി അദ്ദേഹത്തോട് സ്നേഹമുണ്ട്. ഞങ്ങളിൽ പലർക്കും അത് രാഷ്ട്രീയ സ്നേഹമാണ്. ഇന്ത്യ സഖ്യത്തിന്റെ വളർച്ചയിൽ അദ്ദേഹം വഹിച്ച പങ്കിനെ ഞങ്ങൾ മാനിക്കുന്നുണ്ട്. ആ സ്നേഹവുമുണ്ട്. ആ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് പറഞ്ഞേക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ആ ചോദ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചതാണ്. ഒന്നാമത്തെ ചോദ്യം, ഈ സമരത്തിൽ ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്ന നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട പോരാട്ട വേദി ഏതാണ്? മഹാഭൂരിപക്ഷം MP പറഞ്ഞിരിക്കുന്ന ഉത്തരേന്ത്യയാണോ അതോ 20 MP മാത്രം പറഞ്ഞിരിക്കുന്ന കേരളമാണോ? ഒറ്റ MP പോലും BJPക്ക് വേണ്ടി ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കേരളത്തിലാണോ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത്? ഈ വലിയ സമരത്തിന്റെ പ്രധാനപ്പെട്ട പോരാട്ട ഭൂമികയായ ഇന്ത്യയുടെ ഹാർട്ട് ലാൻഡ് ആയി വിളിക്കപ്പെടുന്ന ഉത്തരേന്ത്യ വിട്ട് രാഹുൽ ഗാന്ധി ഈ തെക്കേ കോണിലെ കേരളത്തിലേക്ക് ഓടിയെത്തുമ്പോൾ BJP അത് സ്വാഭാവികമായിട്ടും ഒരു വിഷയമാക്കി മാറ്റും. അവരെ നേരിടാൻ ഭയപ്പാടായതുകൊണ്ട്, ധൈര്യക്കുറവ് കൊണ്ട് രാഹുൽ ഗാന്ധി കളം കെട്ടുകൂടിയെന്ന് പറയും. അമേത്തിയിൽ ആ പ്രചാരവേല നടന്നു. അന്ന് അമേത്തിയിൽ കോൺഗ്രസ് തോറ്റു, BJP ജയിച്ചു. ഉത്തരേന്ത്യ മുഴുവനും ആ ഓട്ടം കോൺഗ്രസ് അന്ന് BJP അന്ന് ഒരു പ്രചരണായുധമാക്കി മാറ്റി. അത് നിങ്ങൾക്കറിയാം. അതിന് ഫലമുണ്ടായി. ഉറപ്പാണെന്ന് കോൺഗ്രസ് കരുതിയ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് തോറ്റു, BJP ജയിച്ചു. അതിന്റെ പാഠമൊന്നും കോൺഗ്രസ് പാർട്ടി പഠിച്ചിട്ടില്ല. രണ്ടാമത്തെ മുഖ്യമായ രാഷ്ട്രീയ ചോദ്യം ഇതാണ്: ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി? മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനാ പ്രമാണങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി? രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ് വയനാട് മണ്ഡലം എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിച്ച് വമ്പൻ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചു വന്നത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലുള്ള ഒരു ജനശ്രദ്ധയും സ്വാധീനവും എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. എന്നാൽ അതേസമയം വയനാട് ലോക്സഭാ മണ്ഡലം ഉണ്ടായത് 2009-ലാണ്. അതായത് അധിക കാലമായിട്ടില്ല വയനാട് ലോക്സഭാ മണ്ഡലം ആയിട്ട്. ഈ 2009 കാലഘട്ടം മുതൽ ഇപ്പോൾ വരെ, ഈ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ, ഈ ഒരു കാലയളവിൽ ഈ വയനാട് മണ്ഡലം എന്ന് പറയുന്നത് UDFന്റെ കോട്ടയാണെന്ന് തന്നെ പറയാം. അതായത് UDFന് പ്രാതിനിധ്യമുള്ള, UDF ഭരിക്കുന്ന, UDF മാത്രം ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് വയനാട് മണ്ഡലം എന്ന് കഴിഞ്ഞ കുറെ കാലത്തെ വയനാടിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിൽ അത്രത്തോളം ഒരു മികച്ച ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ജയിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ UDF ഇത്രയും കാലം കൈക്കലാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു വയനാട് ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കേണ്ടത് LDFന്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ 2 ചോദ്യങ്ങൾ ബിനോയ് വിശ്വം രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് പിന്നിൽ പ്രത്യേകമായ രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്.
കാരണം CPIയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ വയനാട്ടിൽ ആനി രാജയാണ് CPIയുടെ സ്ഥാനാർത്ഥി. എന്തുകൊണ്ട് ആനി രാജയെ വയനാട്ടിൽ നിർത്തുന്നു? നമുക്കറിയാം, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവാണ്. മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമാണ് രാഹുൽ ഗാന്ധി. അതുപോലെ തന്നെ CPIയുടെ സ്ഥാനാർത്ഥിയായ ആനി രാജയെ സംബന്ധിച്ചിടത്തോളം പൊതുവായി നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ തന്റെ നിലപാട് വ്യക്തമാക്കുകയും തന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്ന വളരെ പ്രതികരണശേഷിയുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ആനി രാജ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ജനശ്രദ്ധയും മാധ്യമ ശ്രദ്ധയും ഒക്കെ ഏറെയാണ്. അങ്ങനെ ആനി രാജയും രാഹുൽ ഗാന്ധിയുമാണ് നേർക്കുനേർ വരുന്നതെങ്കിൽ തീർച്ചയായും ദേശീയ നേതാക്കൾ തമ്മിലുള്ള ഒരു പോരാട്ടത്തിലേക്കാണ് വയനാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം വഴിവെക്കുന്നത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വയനാട്ടിലെ പ്രവർത്തനങ്ങൾ കേരളം മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിട്ടുള്ളതാണ്. അദ്ദേഹം വയനാട്ടിൽ നടത്തിയ പല പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ കേരളത്തിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചു എന്ന് പറയാം. അദ്ദേഹത്തിനെതിരെ വയനാട്ടിൽ പല രീതിയിലുള്ള ജനവിരോധവും ജനരോഷവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നാൽ പോലും അദ്ദേഹം വയനാട്ടിൽ സൃഷ്ടിച്ച ഒരു തരംഗമുണ്ട്. അത് ഇപ്പോഴും നിലനിൽക്കുന്നത് രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധിക്ക് തീർച്ചയായിട്ടും ഒരു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഗുണം ചെയ്യുമെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇത്രത്തോളം സ്വാധീനമുള്ള ജനങ്ങളെ ഇത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുന്ന രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ നേരിടണമെന്നുണ്ടെങ്കിൽ CPMന്റെ ഭാഗത്ത് നിന്ന് അത്രയും കരുത്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ രംഗത്ത് വരേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവായതുകൊണ്ട് തന്നെയാണ് ആനി രാജയെ പോലൊരു ദേശീയ നേതാവിനെ തന്നെ CPI കളത്തിലിറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ മുൻപ് പുറത്തു വന്നിരുന്നതാണ്. ഇനി രാഹുൽ ഗാന്ധി മാറുകയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് വയനാട് ലോക്സഭാ മണ്ഡലം എത്തി നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് CPIക്ക് അല്ലെങ്കിൽ ആനി രാജയ്ക്ക് അനുകൂലമായി വരും. ഇനി രാഹുൽ ഗാന്ധി മാറുകയാണ്, അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം വയനാട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസ് മുന്നോട്ട് വെക്കുക യുവാക്കളെ ആയിരിക്കുമെന്ന് മുൻപ് പറഞ്ഞിരുന്നതാണ്. ഈ ഒരു വിഷയത്തിൽ എടുത്തു പറയേണ്ട പേര് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മാധ്യമ ശ്രദ്ധ അങ്ങേയറ്റം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കേരളത്തിന് അദ്ദേഹത്തിനുള്ള സ്വാധീനം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നത് അത്രത്തോളം സ്വാധീനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യുവാക്കളിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി മുന്നോട്ട് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും എന്ന വിലയിരുത്തലുകളൊക്കെ നിലവിലുണ്ട്. ഇനി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ല എങ്കിൽ പറഞ്ഞു കേട്ടിരുന്ന രണ്ട് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് കർണാടകയും തെലങ്കാനയുമാണ്. കർണാടകയിലും തെലങ്കാനയിലും രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ കോൺഗ്രസ് വൃത്തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഉത്തർപ്രദേശിലെ ഒരു സീറ്റിൽ രാഹുൽ ഗാന്ധി ജനവിധി തേടും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ പുറത്തു വന്നിരുന്നതാണ് മുൻപ് തന്നെ. അങ്ങനെ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം മാറ്റിവെച്ച് മറ്റേതെങ്കിലും മണ്ഡലത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മത്സരിക്കുകയാണെങ്കിൽ വയനാട്ടിൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും CPIക്ക് ഗുണം ചെയ്യുന്നതാണ്. കാരണം ഇത്രയും നാൾ UDF പിടിച്ചു വെച്ചിരുന്ന UDF കൈക്കലാക്കി വെച്ചിരുന്ന ആ ഒരു കോട്ട സ്വന്തമാക്കുക എന്ന് പറയുന്നത് CPIയെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായ ഒരു വസ്തുത തന്നെയാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ബിനോയ് വിശ്വം ഇത്തരത്തിൽ രണ്ട് ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കുരുക്കി വെക്കുന്ന തരത്തിലാണ്. കാരണം മുൻപ് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ആനി രാജയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അതുപോലെ ആനി രാജയുടെ ഭർത്താവായ D രാജ, അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ആ ഒരു മുന്നണിയോട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്ന വ്യക്തികളാണ് ഇവർ രണ്ടുപേരും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന രണ്ട് മുതിർന്ന നേതാക്കൾ, അതും കരുത്തരായ നേതാവ്, അതിൽ ഒരാളെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും മറ്റേ വ്യക്തി എന്ന് പറയുന്നത് ഒരു വനിതാ നേതാവ് കൂടിയാണ്. പല രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രമുഖരായ നേതാക്കളാണ് ഇവിടെ കേരളത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നേർക്കുനേർ വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഒപ്പം ചേർന്ന് പോവാൻ LDFനും UDFനും സാധിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഒരിക്കലും അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഇവിടേക്ക് വരുമ്പോൾ CPIക്ക് ഒരിക്കലും UDFുമായി ഒത്തുപോകാൻ സാധിക്കില്ല. ഇവിടെ CPIക്ക് തന്നെയാണ്, ഇവിടെ CPMനല്ല CPIക്കാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സീറ്റുള്ളത്. ആ ഒരു സീറ്റ് ഏത് വിധേനയും നേടിയെടുക്കണം എന്ന രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബിനോയ് വിശ്വത്തിന്റെ ഈ രണ്ട് ചോദ്യങ്ങളും രാഹുലിന് നേരെ ഉന്നയിച്ചിരിക്കുന്നത്.